പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള കൃഷിയും ധാതുക്കളും വ്യവസായങ്ങളും എന്നീ രണ്ട് വിഷയങ്ങളിൽ നിന്നുള്ള 30 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്ററുകൾ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രവും അതേപോലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യയും ആണ്. ഇത് 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ചാപ്റ്ററുകളാണ്. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, വൈവിധ്യങ്ങളുടെ ഇന്ത്യ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. 30 ചോദ്യങ്ങളാണ് ആകെയുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, അതേപോലെ പ്രസ്താവന ചോദ്യങ്ങളുണ്ട്, ചേരുംപടി ചേർക്കൽ ചോദ്യങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. മുഴുവൻ ചോദ്യങ്ങളും കാണാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായിട്ടുള്ള ജോഡിയെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിളകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവയിൽ ശരിയായിട്ടുള്ള ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉത്തരമായിട്ട് വരുന്നത് 1, 3 എന്നിവയാണ്. നമുക്കറിയാം, കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാരിഫ്, റാബി, സൈദ് എന്നിങ്ങനെ 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഈ കാർഷിക കാലങ്ങളും അവയുടെ പ്രധാനപ്പെട്ട വിളകളും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഖാരിഫ് വിളയാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവ. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള പരുത്തി ഒരു ഖാരിഫ് വിളയാണ്, റാബി വിളയല്ല. റാബി വിളയായിട്ട് വരുന്നത് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവയാണ്. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവയാണ് റാബി വിളകൾ. അടുത്തത് സൈദ് വിളകളാണ്. അതിൽ വരുന്നത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിന്റെ പിതാവ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഒരു പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമാണ് മുംബൈ. പരുത്തിത്തുണി വ്യവസായത്തിന് അനുകൂലമായ എന്തൊക്കെ ഘടകങ്ങളാണ് ഇവിടെയുള്ളത്? ഘടകങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് മുംബൈയെ ഒരു പ്രധാനപ്പെട്ട പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്നാണ് തിരഞ്ഞെടുക്കേണ്ടതാണ്. 4 ഘടകങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഘടകങ്ങളാണ് ഇതിന് സഹായിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓപ്ഷൻസ് അവിടെയുണ്ട്. 3ഉം 4ഉം മാത്രം, 2ഉം 3ഉം 4ഉം മാത്രം, 1ഉം 3ഉം മാത്രം, 1, 2, 3, 4 എന്നിവ എല്ലാം. ഉത്തരം എന്ന് പറയുന്നത് ഈ 4 ഘടകങ്ങളും മുംബൈയെ പ്രധാനപ്പെട്ട പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച ഘടകങ്ങളാണ്. പരുത്തിത്തുണി വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മുംബൈ. അതുകൊണ്ട് തന്നെ കോട്ടണോപോളിസ് എന്നാണ് ഈ നഗരം അറിയപ്പെടുന്നത്. പരുത്തി അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്നാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഉത്തരം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ്? ഭിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ്? ഉത്തരം റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ് ഭിലായി ഇരുമ്പുരുക്ക് ശാല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണ ഖനന കേന്ദ്രം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണ ഖനന കേന്ദ്രം ഏതാണ്? ഉത്തരം മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത്. അടുത്ത ചോദ്യം ഒരു പ്രസ്താവന ചോദ്യമാണ്. ഞാൻ പ്രസ്താവന വായിക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന നാരുവിള ചണമാണ്. ചൂടും ഈർപ്പവുമുള്ള അന്തരീക്ഷം, 150 സെന്റിമീറ്റർ കൂടുതലായുള്ള മഴവീഴ്ച, നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഇത്രയുമാണ് ചണം കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം എന്ന് പറയുന്നത് 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിലെ മറ്റൊരു നാരുവിളയാണ് ചണം. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണും ചണം കൃഷിക്ക് ആവശ്യമാണ്. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാനപ്പെട്ട ചണ ഉൽപാദന മേഖല. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമായിട്ടാണ് ചണം കൃഷി ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ആഗ്നേയശിലകൾ, മാഗ്മ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്നതാണ്.
മാർബിൾ എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഉത്തരം 1, 2, 3, 4 ഈ 4 പ്രസ്താവനകളും ശരിയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ആഗ്നേയശിലകൾ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ്. നൈസ്, മാർബിൾ എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത്? പ്രസ്താവന ഞാൻ വായിക്കാം. കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളോട് ചേർന്നാണ് പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചസാരയുടെ അളവിനെ നിർണ്ണയിക്കുന്നത് കരിമ്പിലെ സൂക്രോസിന്റെ അളവാണ്. വിളവെടുത്ത് കൂടുതൽ സമയം കഴിഞ്ഞിട്ടാണ് കരിമ്പിൻ നീർ എടുക്കുന്നതെങ്കിൽ സൂക്രോസിന്റെ അളവ് കുറയുന്നു. ഇതുകൊണ്ടാണ് കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളോട് ചേർന്ന് തന്നെ പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നത്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ഉത്തരം എന്ന് പറയുന്നത് ഈ 3 പ്രസ്താവനകളും ശരിയാണ്. കരിമ്പ് ഒരു ഉഷ്ണമേഖലാ വിളയാണ്. ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് ഈ കരിമ്പ് കൃഷിക്ക് വേണ്ടത്. അതേപോലെ കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാല ഇന്ത്യയിൽ സ്ഥാപിച്ചത്? ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഇന്ത്യയിൽ സ്ഥാപിച്ചത്? ഉത്തരം ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഇന്ത്യയിൽ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം പ്രസ്താവനാ ചോദ്യമാണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്ന് അറിയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. 4ാമത്തെ പ്രസ്താവന, എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഉത്തരം 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ 2 പ്രസ്താവനകളാണ് ശരി, മറ്റ് 2 തെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തണം. ഇന്ത്യയിലെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. അതേപോലെ 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള സൂചനകൾ വായിച്ചിട്ട് ഏതാണ് ആ വിള എന്ന് നിങ്ങൾ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യുക. റാബി വിളയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഉത്തരം ഏതാണ്? ഉത്തരം ഗോതമ്പാണ്. ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ 2ാം സ്ഥാനമാണ് ഗോതമ്പ്. അതൊരു റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. അടുത്ത ചോദ്യം, ജാർഖണ്ഡിലെ ഝാറിയ പ്രദേശം ഏതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാർഖണ്ഡിലെ ഝാറിയ പ്രദേശം ഏതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൽക്കരിയുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് ഝാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ഝാറിയ. ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഝാറിയ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ഏത് സംസ്ഥാനത്താണ്? ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം വെസ്റ്റ് ബംഗാളിലാണ്, പശ്ചിമ ബംഗാളിലാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ബോക്സൈറ്റ് നിക്ഷേപ കേന്ദ്രം ഏതാണ്? തമിഴ്നാട്ടിലെ ഒരു ബോക്സൈറ്റ് നിക്ഷേപ കേന്ദ്രം താഴെ കൊടുത്തവയിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഉത്തരം നീലഗിരിയാണ്. അടുത്ത ചോദ്യം, ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്ന വിദേശ രാജ്യം ഏതാണ്? ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്ന വിദേശ രാജ്യം ഏതാണ്? ഉത്തരം ബ്രിട്ടനാണ്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ്. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഡിഗ്ബോയി ആണ്. അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പരുത്തി കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നവയിൽ പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്?
അവിടെ കൊടുത്തിട്ടുണ്ട്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാക്കാലം, 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില, ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതം, കളിമണ്ണും തീരദേശ മണ്ണുമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം, 20 മുതൽ 30 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില, ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതം, കളിമണ്ണും തീരദേശ മണ്ണുമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഉത്തരം എന്ന് പറയുന്നത് 1, 2, 3 എന്നിവ മാത്രമാണ് ശരി. പരുത്തി കൃഷിക്ക് മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും വേണം. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് എന്തിന്? പരുത്തി കൃഷിക്ക് അനുയോജ്യം. കളിമണ്ണും തീരദേശ മണ്ണുമല്ല. പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് അനുയോജ്യം. അടുത്ത ചോദ്യം, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂരിൽ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂരിൽ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1907 ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂരിൽ സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ജംഷഡ്പൂരിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. അടുത്ത ചോദ്യം, ഗേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാനിലാണ് ഗേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഉത്തരം വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ്. അടുത്ത ചോദ്യം, റബ്ബറിൻ്റെ ജന്മപ്രദേശം എവിടെയാണ്? റബ്ബറിൻ്റെ ജന്മപ്രദേശം എവിടെയാണ്? ജന്മദേശം എവിടെയാണ്? ഉത്തരം ബ്രസീലാണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് എത്രാം സ്ഥാനമാണ് ഉള്ളത്? ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് എത്രാം സ്ഥാനമാണ് ഉള്ളത്? ഉത്തരം ചോളത്തിന് 3-ാം സ്ഥാനമാണ് ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഉത്തരം വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാണ്യവിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാണ്യവിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ചോളമാണ്. ചോളം ഒരു ഭക്ഷ്യവിളയാണ്. പരുത്തി, ചണം, റബ്ബർ എന്നിവ നാണ്യവിളകളാണ്. ഈ നാണ്യവിളകളെ തന്നെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നാരുവിളകൾ, പാനീയവിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, മറ്റു വിളകൾ. ഇതിൽ നാണ്യവിളകളിൽ തന്നെ നാരുവിളകളിലാണ് പരുത്തിയും ചണവും. പാനീയ വിളകളിൽ തേയില, കാപ്പി. സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏലം, കുരുമുളക്. മറ്റു വിളകളിലാണ് കരിമ്പും റബ്ബറും ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തേയിലയ്ക്ക് എത്ര സെൻറ്റിമീറ്റർ വാർഷിക മഴയാണ് ആവശ്യമുള്ളത്? ഉത്തരം 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതമാണ് തേയില കൃഷിക്ക് വേണ്ടത്. അതേപോലെ 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമാണ്. കുന്നിൻ ചെരുവുകളിലാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് അനുയോജ്യമായിട്ട് വേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പുകയില ഏതുതരം വിളയാണ്? പുകയില ഏതുതരം വിളയാണ്? ഉത്തരം പുകയില ഒരു റാബി വിളയാണ്. അടുത്ത ചോദ്യം, ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണം ഏതാണ്? ഉത്തരം ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണം എന്ന് പറയുന്നത് തിനവിളകളാണ്. ചെറു ധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ചെറുധാന്യങ്ങളെയാണ് നമ്മൾ തിനവിളകൾ എന്ന് വിളിക്കുന്നത്.